ഈ പുല്ലിൽ നമുക്ക് ചീര പാകാം. എങ്ങനെ ഒന്ന് കണ്ടു നോക്കൂ. ഇതുപോലല്ല ഏത് പുല്ലിനും നമുക്ക് ചീര പാകാം. ഈ പുല്ല് ഏകദേശം വളമാക്കി അതിൻ്റെ മേൽ മണ്ണിട്ട് നമുക്ക് ചീര പാകാം. യാതൊരു വളവും കാര്യങ്ങളും കൊടുക്കണ്ട. ചീര തഴച്ച് വളരും. കാരണം ഒരാഴ്ച കഴിഞ്ഞാൽ ഈ പുല്ലെല്ലാം അതിന് വളമായി ചീര നല്ലോണം തഴച്ച് വളരും. ഇങ്ങനെയാണ് ഞാൻ ചീര പാകാറ്. കാരണം നമ്മുടെ വീടുമുറ്റത്തിലെല്ലാം കാട് മൂടി കിടക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചീരകൾ പാകാം. കാണാനും നല്ല രസമുണ്ടായിരിക്കും. പുല്ലും കാടും ഉണ്ടാവുകയുമില്ല. പുല്ലൊക്കെ ചീരക്കൊരു വളം ആയിരിക്കും. ഇതുപോലെ നമുക്ക് ഏത് സ്ഥലത്തും ചീര പാകാം. പുല്ലിൻ്റെ മുകളിലേക്ക് മണ്ണ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ തടം പോലെ ആക്കി എടുക്കുക. പുല്ല് എന്തും ചെയ്യേണ്ട, അതിൻ്റെ മുകൾക്ക് ഇതുപോലെ മണ്ണിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 4 ദിവസം കൊണ്ട് ഏകദേശം പുല്ലൊക്കെ ഒതുങ്ങി നല്ല ജൈവ വളമാക്കി വായി നിൽക്കും മണ്ണിൽ. കണ്ടോ, ഞാൻ കാട്ടുന്നത് കണ്ടോ? ഇതുപോലെ ചെയ്യുക. കണ്ടോ, നല്ല മണ്ണ് നല്ലോണം ഇട്ട് കൊടുക്കുക പുല്ലിൻ്റെ മുകളിൽ. ഒരാഴ്ച കഴിഞ്ഞാൽ ഈ പുല്ലെല്ലാം ചീരക്ക് വളമായിരിക്കും. അപ്പോൾ നമുക്ക് 2 ദിവസം കൊണ്ട് ഇതിൻ്റെ മേലെ ചീര പാകണം. നല്ല മണ്ണ് ഓതത്തിലിട്ട് കൊടുക്കണം. നല്ല ചീര നല്ല തുടിച്ച് വളരുകയുള്ളൂ. മണ്ണ് വേറൊരു വളവും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കണ്ട. ഈ പുല്ല് മാത്രം മതി. കണ്ടോ, ഇതുപോലെ ആക്കിയെടുക്കുക. കണ്ടോ, ആ പുല്ലിലെ സ്ഥലമാണ് ഇപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ 2 ദിവസം കഴിഞ്ഞ് ചീര പാകാം.